real beauty in your heart. Boche Golden Diamonds. Buy now, pay later. കണ്ണൂരിൽ ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിനിടയാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് നാളെ ദളിത് ആദിവാസി സംഘടനകളുടെ സംയുക്ത വേദിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ ആചരിക്കും. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. സംസ്ഥാന ഹർത്താലിനെ പട്ടാമ്പി താലൂക്കിലും പിന്തുണയ്ക്കുമെന്ന് വിവിധ സംഘടനകളുടെ സംയുക്ത വേദി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നിതിൻ രാജിന്റെ മരണത്തിലെ ദുരൂഹത നീക്കുക, ഡെന്റൽ കോളേജിലെ അധ്യാപകരായ ഡോക്ടർ റാം ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ സംസ്ഥാന ഹർത്താലിന് ദളിത് ആദിവാസി സംഘടനകളുടെ സംയുക്ത വേദി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാന ഹർത്താലിനെ പിന്തുണ പ്രഖ്യാപിച്ച് പട്ടാമ്പി താലൂക്കിലും വിവിധ സംഘടനകളുടെ സംയുക്ത വേദി രംഗത്തെത്തിക്കഴിഞ്ഞു. നിലവിൽ 52 ദളിത് ആദിവാസി സംഘടനകളുടെ സംയുക്ത വേദിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പട്ടാമ്പി തൃത്താല പ്രദേശങ്ങളിലെ DSM, BSP, KTSF, പാക്കനാർ സംഘം എന്നിവയുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഹർത്താലിന് പിന്തുണ നൽകുന്നത്. നിതിൻ രാജ് മരണപ്പെട്ടിട്ട് 15 ദിവസമായിട്ടും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കണ്ടെത്താനോ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ അവസരത്തിൽ സമൂഹത്തിലെ ദളിത് വിഭാഗങ്ങൾക്ക് നേരെ മേലിൽ ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് ഹർത്താലുമായി രംഗത്തിറങ്ങുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഏപ്രിൽ 12 ശ്രീ നിതിൻ രാജ് മരണപ്പെടുന്നത്. ഇന്ന് 15 ദിവസം കഴിഞ്ഞു. ഇതുവരെയായിട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനോ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ ഭരണ പോലീസ് സംവിധാനങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ 52ഓളം സംഘടനകൾ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ആ ഹർത്താൽ നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. 52ഓളം സംഘടനകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഹർത്താലുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കുറേ നാളുകളായി കേരളീയ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ഈ 52 സംഘടനകളിൽ പെടാത്തവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിലെ വിവിധ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആ ഹർത്താലിന് പിന്തുണ നൽകാൻ തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ്. നാളെ 6 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന ഹർത്താലിന് പട്ടാമ്പി തൃത്താല മേഖലകളിലെ വിവിധ സംഘടനകളുടെയും BSP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ അറിയിക്കുകയാണ്. ഈ ഹർത്താൽ വിജയിപ്പിക്കാൻ പൊതുസമൂഹം, വ്യാപാരി വ്യവസായികൾ എല്ലാവരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വ്യാപാരികളും മറ്റു തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ ഹർത്താലുമായി സഹകരിക്കണമെന്നും നേതാക്കൾ അഭ്യർത്ഥിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ രാജേന്ദ്രൻ മുതുല, NP ബാലൻ, ഡോക്ടർ M രാമചന്ദ്രൻ, വേലായുധൻ ഒതളൂർ, TP നാരായണൻ, U ബാലകൃഷ്ണൻ, K ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ദളിത് സമൂഹം ഒന്നാകെ ഇതിനെ പ്രതിഷേധിക്കാനും ഇതിനെ പ്രതിരോധിക്കാനുമുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ വ്യവസ്ഥിതിയിൽ കേരളത്തിൽ വിവിധ തലങ്ങളിലായി ദളിത് സമുദായങ്ങൾ വിവിധ സംഘടനകളായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇതിനു മുൻപ് ഇതുപോലെ കുറെ അനവധി മരണങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ സമൂഹത്തിൽ തന്നെ നിരവധി ഇതുപോലത്തെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പ്രതിഷേധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഗൗരവതരമായിട്ട് ഇവിടെ ഭരണവ്യവസ്ഥിതിയിൽ ആരും തന്നെ എടുത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്രാവശ്യം ഇങ്ങനെ ഒരു മരണം സംഭവിച്ചപ്പോൾ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ് എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതിനെതിരെ നിയമതലത്തിൽ ഒരു നിയമ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതിൽ ഇതുവരെ സാധ്യമായിട്ടില്ല.